ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നമ്മളെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം പഴുത്ത പഴം എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം പഴുപ്പ് മതി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് വേണം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വേവിക്കുമ്പോൾ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായിൻ്റെ തോലെല്ലാം കണ്ട ഇങ്ങനെ കീറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ വേവ്. തോലെല്ലാം പൊളിഞ്ഞ് വരും. നമുക്കിത് ചൂടോടെ തന്നെ ഇത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഈ ഉന്നക്കായ്ക്ക് കായടാന്നും കൂടി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഉന്നക്കായ് തന്നെയാണ് പറയൽ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ തൊലി ഞാൻ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ അതേപോലെ ഒരു കയ്യിലോ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തിയിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. ചൂടോടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ടിയായിപ്പോവും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ കായ്ക്ക് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം ഉടച്ചെടുക്കുക. പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള പണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഫില്ലിങ്. അതിന് വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ കളറിൽ മാറി വന്നിരുന്നിട്ട് ഞാൻ അതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു മീഡിയം സൈസുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ലോണം മെൽറ്റായി വരണം. പിന്നെ പണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് പണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ആക്കാൻ. പിന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ ഇതിൽ പഞ്ചസാരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി മുട്ട ഒഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടില്ല, അതിൽ 2 ടേബിൾ സ്പൂൺ കുറക്കേണ്ടി വരും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നടുക്കുന്ന തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൊത്തമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാ പണ്ടത്തിന് പകരം മുട്ട മാത്രം ഇട്ടിട്ടുള്ള പണ്ടവും ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ചെയ്യാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കൻ്റെ തരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പൊടിയായാലും പ്രശ്നമില്ല. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഉന്നക്കായ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ കയ്യിലേക്ക് കുറച്ച് ഓയിലായി കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി ഉടച്ച് വെച്ച പഴം ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അധികം നേരിയതും ആകണ്ട, അധികം കട്ടിയോ ആകണ്ടാത്ത രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതിന് നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. കൈവച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒന്നിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി മുഴുവൻ ചെയ്തെടുക്കുക. ഈ ഉന്നക്കായ്ക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു റെസിപ്പി നമ്മളെ കണ്ണൂരുകാരുടെ സൽക്കാരങ്ങളിലെല്ലാം നിർബന്ധമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കി മുഴുവൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഞാൻ മുഴുവനായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 1 കിലോ പഴത്തുനിന്ന് ഞാൻ മീഡിയം സൈസുള്ള 16 ഉന്നക്കായാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കലാണ്. ഞാൻ സ്റ്റൗവിൽ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഉന്നക്കായ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കലാണ്.
പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇത് കോരി മാറ്റി വെക്കലാണ്. അപ്പോൾ ഞാനിത് 2 ബാച്ചുകളായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ബാച്ചും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.